രാഷ്ട്രീയത്തിൽ പരസ്പരം പറയുന്ന വാക്കുകൾക്ക് മാന്യത വേണം. അമാന്യമായ വാക്കുകൾ ആരും പറയാൻ പാടില്ല. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അല്ല, വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, ഓരോരുത്തരും പല പങ്കും വഹിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഒരാളെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, കേരള രാഷ്ട്രീയം ഇപ്പം മിക്കവാറും മലീമസമായിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം വളരെയേറെ അകന്നിരിക്കുന്നു. എങ്ങനെ പെരുമാറണമെന്നതിനെപ്പറ്റി നേതാക്കന്മാരെ പഠിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ എല്ലാ നേതാക്കന്മാരുമായിട്ടും ഞാൻ ബന്ധമുള്ളതാണ്. ഞാൻ ഇതുവരെ ഒരു നേതാവിനെയും ഒരു വാക്കിൽ പോലും മോശമായി ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയുന്നത് മര്യാദയല്ല, അത് ജനാധിപത്യത്തിൽ ഒരിക്കലും ഭൂഷണമല്ല. എന്നാൽ എന്താ പറയുന്നത്? നീ പോടാ, ചെറ്റ, എന്തോടാ, എന്തൊരു വാക്കാ ഇത് ജനങ്ങളായത് കാണുന്നത്. അത് ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരായി പറയുന്നത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ജീർണത പരിഹരിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനം വേണം. മറ്റൊന്ന്, രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടിയിൽ പോകുന്നതിനും ഒരു എളുപ്പമില്ലാലോ ചിലർക്ക് ഉണ്ടോ. ഇന്നൊരു പാർട്ടിയിൽ നാളെ വേറൊരു പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ അധികാരം കിട്ടുമെങ്കിൽ ഇവിടെ പോയി എന്തായാലും തിരക്കുകളിൽ എന്നുള്ള ഭാവത്തിലെത്തിയിരിക്കുന്നു. ഇത് വളരെ അപമാനകരമായതാണ് കേരളത്തിൽ. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഴിച്ചുപടി വരുമ്പം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മാന്യത, ആ മാന്യത നിങ്ങൾ നോക്കണത് എത്ര പ്രധാനപ്പെട്ട ആളുകളാ. AKG, അച്യുതമേനോൻ തുടങ്ങിയ പ്രഗത്ഭന്മാരെല്ലാം വന്ന നാടല്ലേ. ആ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള സംസാരം നിങ്ങൾ TV കാണുന്നില്ലേ? എത്ര മോശമായ സംസാര. എണീടാ, നീ പോടാ. പോടാന്നല്ല ഞാൻ പറയാം, ആ വാക്കൊന്നും എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാ. അത്ര മോശം. ഏത് മോനാലും പെടും. രാഷ്ട്രീയത്തിൽ പരസ്പരം പറയുന്ന വാക്കുകൾക്ക് മാന്യത വേണം. അമാന്യമായ വാക്കുകൾ ആരും പറയാൻ പാടില്ല. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസത്തിൽ അമാന്യമായ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ അവിടുന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്താ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത്? കേരളത്തിന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അതിനെക്കുറിച്ച് എന്ത് രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നിയോ? ഇല്ലല്ലോ. എന്താ തോന്നാത്? അല്ല, ഇരിക്കട്ടെ, അതിനുള്ള മറുപടിയായത്. അതിനുശേഷം ഇത് വരുന്നത് എന്ന് പറയാം. നിങ്ങൾ അടിച്ച ഗോളിന് മറുപടിയല്ലേ അടിച്ചത്. അവിടെ പിന്നെ പറഞ്ഞിരുന്ന കാര്യം അതൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെല്ലാം എതിർക്കുക. രാഷ്ട്രീയത്തിൽ മോശമായ പദങ്ങൾ ഉപയോഗിക്കരുത്. രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റി ജനങ്ങൾക്ക് ഒരു മാന്യതയുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ അവരവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയാ? അവരുടെ മഹത്വം കണ്ടിട്ടല്ല, അവർ രാഷ്ട്രീയ പ്രവർത്തകരായതുകൊണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുക, പ്രതിഫലേച്ഛയില്ലാതെ. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം ലാഭത്തിന് വേണ്ടിയല്ല. ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എന്തിനാ? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാ. അത് അപകടകരമായ സൂചനയാ. ഇപ്പൊ ഇത്ര മതിയല്ലോ. അത് നമ്മളെ പാർട്ടിയല്ലേ. അല്ല, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അത് പറയേണ്ടത് പറഞ്ഞു കാണും. എന്താ തീരുമാനം വരട്ടെ, നമുക്ക് തമ്മിൽ ആലോചിക്കാം. ഇല്ലില്ല, തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചില്ല. ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഞെട്ടലാണ് ഉണ്ടായത്. കാരണം ഒരിക്കലും അല്ല, പലതുണ്ട്. അതിനെപ്പറ്റി വിശദമായി പറയാൻ നേരമില്ല, എന്റെ വണ്ടി വരേണ്ട സമയം. അതുകൊണ്ട് അല്ല, വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, ഓരോരുത്തരും പല പങ്കും വഹിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഒരാളെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. അല്ല, ഞാൻ ആരെക്കുറിച്ചും പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ കേരളത്തില് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒരു വിധി ഉണ്ടാവുന്നതിന് പല വിഭാഗങ്ങളുണ്ട്. അതിൽ പലതും ചേർത്തിട്ടുണ്ട്. അതിനൊരുപാട് നുണപ്രചരണങ്ങളുണ്ട്. നുണപ്രചരണം കൊണ്ട് മനുഷ്യന്റെ മനസ്സിനകത്ത് ഒരു പുതിയ അലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വളരെ ബോധപൂർവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുറത്തൊരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അയാളുടെ എല്ലാ സൂത്രപ്പണികളും ഇവിടെ ആവർത്തിക്കുകയായിരുന്നു പലരും. ഞാൻ എന്റെ കൂടുതൽ പറയണ്ടല്ലോ.